ഒരു ഫോട്ടോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്, വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. വിവിധ കമൻറ്റുകൾ അതിന് താഴെയും ഫോട്ടോയ്ക്ക് മുകളിലും വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. അതിനു വേണ്ടി തന്നെയാണ് ആ ഫോട്ടോ പ്രചരിപ്പിക്കുന്നത്. പിണറായി വിജയൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാത്തിരിക്കുന്ന ചിത്രം. തൊട്ടടുത്ത് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷുമുണ്ട്. സാധാരണ പോലെ പോലീസ് ഉദ്യോഗസ്ഥർ കൂടെയുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ആളുകളുമുണ്ട്. ഇവരെല്ലാം ട്രെയിൻ കാത്തിരിക്കുന്ന ഒരു ചിത്രം, ഒരു ഫോട്ടോ, അതാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത്. അതിന് അടിക്കുറിപ്പായും മേൽക്കുറിപ്പായും നിരവധി വാചകങ്ങൾ എഴുതി ചേർക്കുന്നുമുണ്ട്. അതിലൊന്ന് ഇങ്ങനെയൊക്കെ ആയിരുന്നോ, കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തായിരുന്നു, 40 വാഹനങ്ങളുടെ അകമ്പടിയോടെ പോയ ആളല്ലേ, നിലത്തിറങ്ങാറില്ല, പറക്കുകയല്ലേ ചെയ്യാറുള്ളത് എന്നിങ്ങനെയുള്ള കമൻറ്റുകളാണ്. മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം സഞ്ചരിക്കുന്ന ഘട്ടത്തിലെല്ലാം Z+ സുരക്ഷ അദ്ദേഹത്തിനുണ്ട്. സ്വാഭാവികമായും അത് തീരുമാനിക്കുന്നത് അദ്ദേഹമല്ല എന്ന് എല്ലാവർക്കും അറിയാം. കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമാണ് സുരക്ഷയൊക്കെ ഒരുക്കുന്നത് എന്ന് ഈ ചിത്രം പ്രചരിപ്പിക്കുന്ന എല്ലാവർക്കും അറിയാം. അതെല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് കിടക്കട്ടെ പിണറായി വിജയൻ്റെ തലയിൽ ഇതും കൂടി എന്ന് വിചാരിച്ച് പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വ്യക്തി അധിക്ഷേപം എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യമായിട്ടാണോ പിണറായി വിജയൻ ഇങ്ങനെ യാത്ര ചെയ്യുന്നത്? അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിനിൽ യാത്ര ചെയ്യാറുണ്ട്. അതിനു മുമ്പ് അദ്ദേഹം CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിൽ നിരവധി തവണ ട്രെയിനിൽ യാത്ര ചെയ്യാറുണ്ട്. അതിനു മുമ്പ് മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ, വൈദ്യുതി മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിലും പിണറായി വിജയൻ യാത്ര ചെയ്യാറുണ്ട്. ട്രെയിനിൽ തന്നെയാണ് യാത്ര ചെയ്യാറ്. ട്രെയിൻ വരാൻ വൈകിയാൽ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വരുന്നതുവരെ കാത്തിരിക്കും. എല്ലാവരും അവിടെ ഉണ്ടാകും. പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടാകും, അംഗരക്ഷകരുണ്ടാകും, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സ്റ്റാഫിൽപ്പെട്ട ആളുകളുണ്ടാകും, പാർട്ടി പ്രവർത്തകരും ഉണ്ടാകും. അങ്ങനെ ഒരു കൂട്ടം അപ്പോഴും ഉണ്ടാകും. അവരോട് സംസാരിച്ചും കുശലം പറഞ്ഞുമൊക്കെ അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കും. അതോടൊപ്പം തന്നെ ആരെങ്കിലും പരിചയമുള്ളവർ കടന്നു വരുമ്പോൾ അവരെ അഭിവാദ്യം ചെയ്യും. ഇതെല്ലാം എല്ലാ കാലത്തും നടക്കുന്ന കാര്യമാണ്. അന്ന് അതൊന്നും വലിയ പ്രചാരം നേടിയിരുന്നില്ല. കാരണം അദ്ദേഹം ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് ഒരു സ്വാഭാവിക സംഭവമായതുകൊണ്ട് തന്നെ. പക്ഷെ ഇന്ന് പിണറായി വിജയനെതിരെ കിട്ടി ഒരു വടി കൂടി എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട് ചിലരൊക്കെ. അവർക്ക് മുന്നിലേക്ക് ഒരു ഫോട്ടോ കൂടി ഞാൻ കാണിച്ചു തരാം. അത് 2025 ഒരു ചിത്രമാണ്. 2025 ഒക്ടോബർ മാസം വൈകുന്നേരം എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ കാത്തിരിക്കുന്ന അന്നത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ ചിത്രമാണ്. അടുത്ത് അദ്ദേഹത്തിൻ്റെ ഗൺമാനുണ്ട്. അതോടൊപ്പം തന്നെ CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി സതീഷുമുണ്ട്. ഇവരെല്ലാം കൂടി ഇരിക്കുന്ന ഒരു ചിത്രമാണ്. പോലീസ് ഉദ്യോഗസ്ഥരുമുണ്ട്, പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട മറ്റുള്ളവരുമുണ്ട്. അവരൊന്നും ഈ ചിത്രത്തിൽ പെട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. 2025 ഒക്ടോബർ മാസത്തെ ചിത്രമാണ്. ട്രെയിൻ അരമണിക്കൂർ വൈകി. അങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ട്രെയിൻ കാത്തിരിക്കുന്ന ചിത്രം. 5:10 ട്രെയിൻ എത്തിയത്. അതിന് വിശദാംശങ്ങളൊക്കെ ഈ ഫോട്ടോയോടൊപ്പം പങ്കുവച്ചിട്ടുണ്ട് പലരും സോഷ്യൽ മീഡിയയിൽ. അതിനുശേഷം പറയുന്നു, ഔദ്യോഗിക യാത്രകൾക്കും അല്ലാതെയും ട്രെയിനിൽ സഞ്ചരിക്കുന്ന പിണറായിയെ പഴയ ഉമ്മൻചാണ്ടി ഫോട്ടോഷൂട്ട് പോലെ മാധ്യമങ്ങൾ കാണിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആഹ്ലാദ കണ്ണീർ ഞങ്ങളുടെ പ്രശ്നമല്ല, നിങ്ങൾ കണ്ടതിൻ്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ്. സഖാവ് പിണറായി വിജയനെ അധിക്ഷേപിക്കാൻ നിങ്ങൾക്ക് കാരണങ്ങൾ വേണ്ടല്ലോ എന്നുകൂടി പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ പിണറായി വിജയൻ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് സ്വാഭാവികമായി മിക്കവാറും ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ അദ്ദേഹം യാത്ര ചെയ്യും ട്രെയിനിൽ തന്നെ. പിന്നെ കുറച്ചു ദൂരത്തേക്ക് മാത്രമാണെങ്കിലാണ് കാറിൽ യാത്ര ചെയ്യാറുള്ളത് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷേ കിട്ടുന്ന വടി കൊണ്ട് ഒരടി പിണറായി വിജയന് കിടക്കട്ടെ, അത് സോഷ്യൽ മീഡിയയും അതേപോലെ തന്നെ പ്രമുഖ മാധ്യമങ്ങളും ഒക്കെ ഏറ്റെടുത്ത് ആഘോഷിക്കുമെന്ന് അറിയാം. പിണറായി വിജയൻ എന്ന ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് കേരളത്തിൽ നടന്ന അപവാദ പ്രചാരണ വ്യവസായത്തിൻ്റെ ഒരു മഹാമാരി തന്നെ ഉണ്ടായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. അതിപ്പോൾ മഴ പെയ്തതിന് ശേഷം മരം പെയ്യുന്നു എന്ന് പറയുന്നത് പോലെ പെയ്യുക മാത്രം ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ യാത്ര ഇനിയും മുന്നോട്ട് തന്നെ തുടരുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട.